5 വഖത്ത് നമസ്കാരം നിർവഹിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നിസ്കാര ശേഷം ഒരൊറ്റ പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലിയിട്ട് റബ്ബിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല തരും. അതാണ് നമ്മുടെ വിഷയം പ്രിയപ്പെട്ടവരെ. ഏത് കാര്യം ചോദിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? നമുക്ക് നൽകുന്നതാണ്. നമുക്ക് ധാരാളം ആഗ്രഹങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്. അള്ളാഹുവിനോട് ചോദിക്കാൻ മനസ്സിനകത്ത് കെട്ടി നിർത്തിയിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അതൊക്കെയും ചോദിക്കാൻ പറ്റിയ പുണ്യമാക്കപ്പെട്ട ഒരു സാഹചര്യമാണ് നമസ്കാര ശേഷം ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് റബ്ബിനോട് ചോദിച്ചാൽ മതി. ഏതാണ് ആ ദിക്ർ, അതിൻ്റെ മറ്റു നേട്ടങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം വളരെ വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ 10 മിനിറ്റിൽ നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ള ദുആ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഇജാബത്ത് നൽകുന്ന, എത്രയും പെട്ടെന്ന് കേൾക്കുന്ന ദുആ ഏതാണ് എന്ന് നബിയോട് ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തതായിട്ടുള്ള ഒരു മറുപടി ഉണ്ട്. ആ മറുപടി കേൾക്കുമ്പോൾ ആ സമയങ്ങൾ നമുക്കും ഉപയോഗപ്പെടുത്താം എന്ന് നമുക്ക് മുഅ്മിനീങ്ങളായ മനുഷ്യർക്ക് എന്ത് ചെയ്യാറുണ്ട്? ഒരു തോന്നൽ മനസ്സിലേക്ക് കടന്നു വരും. ഏതാണ് ആ സമയങ്ങൾ പ്രിയപ്പെട്ടവരെ? ദുആയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് തന്നെ ദുആ സ്വീകരിക്കാൻ കാരണമാകുന്ന ആ സമയങ്ങൾ ഏതൊക്കെയാണെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞ ഹദീസ് സഹിതം ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. വേണ്ടപ്പെട്ടവരിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനായി എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുന്നു. അല്ലാഹു യഥാർത്ഥ സുഖത്തിലും സന്തോഷത്തിലുമുള്ള കുടുംബ ജീവിതം നമുക്കൊക്കെയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ 5 വഖത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കാറുണ്ട്. 5 വഖത്ത് നമസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ സുബ്ഹ്, ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഈ നമസ്കാരത്തിന് ശേഷം നമ്മൾ എന്താ ചെയ്യാറ്? ചില ആളുകളുണ്ട് നമസ്കാരം കഴിഞ്ഞ് ചാടി എഴുന്നേറ്റ് പണിയും നോക്കി പോകുന്ന അവസ്ഥകൾ. പള്ളിയിലേക്ക് വരുന്ന ചില ചെറുപ്പക്കാരുടെ അവസ്ഥകളും അതുപോലെ തന്നെ. ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കടന്നു വരും. എന്നിട്ട് ഉസ്താദ് സലാം വീട്ടിയിട്ട് തിരിഞ്ഞു നോക്കിയ ഉടനെ ചെറുപ്പക്കാർ പള്ളിയിലെ പുറത്തെത്തിയിട്ടുണ്ടാവും. ഒക്കെ വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥകളിൽ നിന്നൊക്കെ പ്രിയപ്പെട്ടവരെ മാറ്റം കൊണ്ടുവരേണ്ടുന്ന ഒരു സമയമാണ്. കാരണം അള്ളാഹുവിലേക്ക് അടുക്കണം, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു നടത്തി തരികയുള്ളൂ. അപ്പോൾ ചെറുപ്പക്കാരൊന്നും, അതുപോലെ ചില സ്ത്രീകളായാൽ പോലും, ചില സഹോദരിമാരാണെങ്കിൽ പോലും നമസ്കാരം കഴിഞ്ഞാൽ അപ്പോഴേ മറ്റൊന്നും ഔറാദുകളോ അദ്കാറുകളോ ഒന്നും ചൊല്ലാതെ ചെയ്യാതെ അവരവരുടെ കാര്യം നോക്കിയിട്ട് പലപ്പോഴും പോകാറാണ് പതിവ്. എന്നാൽ അങ്ങനെ എഴുന്നേൽക്കാൻ വരട്ടെ, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? ആദ്യമായിട്ട് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഓരോ നമസ്കാരത്തിന് ശേഷവും നമസ്കാരം കഴിഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് പോകാതെ ശേഷം പറയാനുള്ള ഓരോ കാര്യങ്ങളുണ്ട്. പ്രധാനമായും പറയേണ്ടത് ഇസ്തിഗ്ഫാറാണ്. ചില ആളുകൾ വിചാരിക്കുന്നു ആ നമസ്കരിക്കുന്ന ആ ഒരു സമയം മാത്രമാണ് പോരിശ പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ആ നമസ്കാരത്തിന് ശേഷം ഇരിക്കുന്ന ഒരു ഇരുത്തുണ്ടല്ലോ, അതിനെന്തുമാത്രം പ്രതിഫലം ലഭിക്കുമെന്ന് നമുക്ക് പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് അവിടെ ഇരിക്കാത്തത് പലരും. ആ നമസ്കാരം കഴിഞ്ഞുള്ള ആ ഇരുത്തത്തിന് വളരെ വലിയ കൂലിയും പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. ആ ശേഷമുള്ള ഇരുത്തം മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്, മലക്കുകളുടെ പ്രാർത്ഥന അവന് ലഭിക്കാൻ കാരണമാകുന്നുള്ളതാണ്. നമസ്കാരം കഴിഞ്ഞ് ധൃതി കാണിച്ചിറങ്ങി ഓടാതെ നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിൽ ഓതിക്കൊണ്ട് ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്തുകൊണ്ടൊക്കെ ആ ഒരു ഇരുത്തത്തിൽ അങ്ങനെ ഒരു മഹത്വം കൽപ്പിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ വലിയ കൂലിയാണ്. മലക്കുകളുടെ പ്രാർത്ഥന അവന് ലഭിക്കും എന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തീരുമാനമെടുക്കുക, നമസ്കാരത്തിന് ശേഷം ഇരിക്കുക എന്നുള്ളത്. ഇനി ഇരുന്നിട്ട് എന്തൊക്കെയാണ് ഓതേണ്ടെന്നറിയോ? ആദ്യമായിട്ട് പ്രിയപ്പെട്ടവരെ, നിസ്കാര ശേഷം ഓതേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനും ഒരു ഹദീസ് പറയാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അയ്യു ദുആഇ അസ്മഉ,
ഏത് പ്രാർത്ഥനയാണ് നബി അള്ളാഹു ഏറ്റവും പെട്ടെന്ന് കേൾക്കുന്നത്? ഏറ്റവും അധികം അള്ളാഹു കേൾക്കുന്ന പ്രാർത്ഥന ഏതാ നബിയെ എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുക്കുന്നുണ്ട്. ഫി ജൗഫിൽ ലൈൽ, രാത്രിയുടെ യാമങ്ങളിൽ, രാത്രിയിൽ ഇരുൾ മൂടിക്കിടക്കുന്ന പാതിരാത്രികളിലെ ആ സമയത്തുള്ള ദുആ ഉണ്ടല്ലോ, അതിന് വല്ലാത്ത ഇജാബത്താണ്. ആ സമയത്തുള്ള പ്രാർത്ഥന അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും. നമുക്ക് എന്തുമാത്രം വിഷമങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം വേദനകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, യാതനകൾ, വേദനകൾ, വല്ലാത്ത അവസ്ഥകളാണ്. ഈ പ്രയാസങ്ങളൊക്കെ റബ്ബിനോട് പറയാൻ കഴിയുന്ന ഏറ്റവും ഉചിതമായ ഒരു സമയമാണ് ആദ്യ നിബിധങ്ങൾ പറഞ്ഞത് രാത്രിയാമങ്ങളിൽ, പാതിരാവിൻ്റെ ആ ഒരു യാമങ്ങളിൽ, ആ സമയങ്ങളിൽ ഇരുന്നു കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു പെട്ടെന്ന് കേൾക്കും. കാര്യം ആ സമയത്ത് മുഴുവൻ നിശബ്ദതയായിരിക്കും, എല്ലാവരും കിടന്നുറങ്ങുന്ന സമയമായിരിക്കും, ഒരു ശല്യവുമില്ല, ഞാനും അള്ളാഹുവും മാത്രം എന്ന ചിന്ത സ്വാഭാവികമായിട്ട് മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ പടച്ച തമ്പുരാൻ ആ ദുആ പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത് പറയുന്നത് വദ്ദുബരി കുല്ലി സ്വലാത്തിൻ, എല്ലാ ഫർള് നമസ്കാരത്തിന് ശേഷവും ഉള്ള ദുആ. അപ്പോൾ ഈ ഫർള് നമസ്കാരത്തിന് ശേഷമുള്ള ദുആയ്ക്ക് വലിയ വലിയ ഇജാബത്ത് ഉണ്ട്. അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കും. എന്ത് പറയണമെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഞാൻ ആ ക്രമം പറഞ്ഞുതരാം. ഫർള് നമസ്കാരം കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം 3 പ്രാവശ്യം ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നിങ്ങനെ 3 പ്രാവശ്യം ചൊല്ലുക. പിന്നീട് ആയത്തുൽ കുർസി ഓതുക. പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്, ഒരുപാട് കാര്യങ്ങൾ ഓതാൻ വേണ്ടിയിട്ട് ദീൻ പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യാന്നുള്ളതാണ്. ആയത്തുൽ കുർസി പാരായണം. ആയത്തുൽ കുർസി അറിയാത്ത ആരും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കോളി. ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. വലിയ കൂലി കിട്ടും, വലിയ പ്രതിഫലമാണ് ഇതൊക്കെ ചെയ്യുന്നവർക്ക് അള്ളാഹു വെച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. എൻ്റെ കൂലി പറയാം. പിന്നീട് അതിനുശേഷം സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33 എന്നിങ്ങനെ എന്ത് ചെയ്യുക, ചൊല്ലുക എന്നുള്ളതാണ്. ശേഷം ഇപ്പം 33 ആയപ്പോൾ 99, ഇനി 100 തികയ്ക്കാനായിട്ട് ഒരു അത്ഭുതത്തിൻ്റെ കലവറ നിറഞ്ഞ ഒരു ദിക്റുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ദിക്റാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഏതാണ് ദിക്ർ എന്നറിയോ? പലർക്കും അറിയുന്നതാണ്, പക്ഷെ ഇങ്ങനെ ഇത്രയും വണ്ണമേറിയ പ്രതിഫലമുണ്ട് എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, ആ ദിക്ർ പഠിച്ചോളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ വലിയ പുണ്യമുള്ള ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. വഹ്ദഹു ലാ ശരീക ലഹു, അവന് യാതൊരുവിധ പങ്കാളിയുമില്ല, അവൻ ഏകനാണ്. ലഹുൽ മുൽക്കു, സർവ അധികാരവും അവൻ്റെ അടുക്കലാണ്. വലഹുൽ ഹംദു, സർവസ്തുതിയും അവനാണ്. യുഹ്യി വയുമീതു, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അവനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, മുഴുവൻ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് ആര്? അല്ലാഹു എന്നർത്ഥം വരുന്ന പുണ്യമാക്കപ്പെട്ട ഈ ദിക്ർ ഒരൊറ്റത്തവണ ചൊല്ലിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഹത്താ യൻളുറല്ലാഹു ഇലാ ഖായിലിഹാ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കും. എതുവരെ എന്നറിയോ? അള്ളാഹു കാണുന്നത് വരെ. ഇത് പറഞ്ഞവനെ അള്ളാഹു കാണുന്നത് വരെ ആകാശത്തിന്റെ കവാടങ്ങൾ ഇങ്ങനെ മലർക്കെ അള്ളാഹു തുറക്കുന്നതാണ്. ഇത്ര വലിയ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്നതാണ്. പാഴാക്കി കളയല്ലേ. ഇൻഷാ അല്ലാഹ് ഉസ്താദേ ഇന്നു മുതൽ ഞാൻ ചെയ്യാം എന്ന് താല്പര്യമുണ്ടെങ്കിൽ, എന്ന് തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ട് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഉസ്താദേ ഇന്നു മുതൽ ഞാൻ ചെയ്യും. അത് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് ഇത് ഞാൻ ചെയ്യും എന്ന് ഉറപ്പ് നൽകുക. കമന്റ് സെക്ഷനുകളിൽ എഴുതി അറിയിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് എന്ത് ചെയ്യുക? ശേഷമുള്ള ആ ഒരു ദുആ ഉണ്ടല്ലോ, യാ അല്ലാഹ്, എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും റബ്ബിനോട് ഏറ്റു പറഞ്ഞാൽ അള്ളാഹു കേൾക്കുന്ന ആ ഒരു സമയത്തുള്ള സന്ദർഭത്തിലുള്ള ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഈ ദിക്റും കൂടെ ചൊല്ലിയിട്ട് അതിന് ശേഷമുള്ള ദുആ ഉണ്ടല്ലോ, വലിയ ദുആയാണ്. അത് പെട്ടെന്ന് അള്ളാഹു തആല സ്വീകരിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട മുഴുവൻ കാര്യങ്ങളും
ആ ദുആയിൽ ഉൾപ്പെടുത്താം. ദുആ തുടങ്ങേണ്ടത് ഹംദും സ്വലാത്തും ചൊല്ലിയാണ്, അറിയാലോ. അതൊക്കെ ചൊല്ലിയിട്ട് ദുആ തുടങ്ങിയിട്ട് പിന്നെ മലയാളത്തിൽ നിങ്ങൾക്ക് അറിയുന്ന ഭാഷ ഏതാണോ അതിലൊക്കെ എന്ത് ചെയ്യുക, ദുആ ചെയ്യാം. അല്ലാഹ് എൻ്റെ വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാഹ്, വേദനകൾ നീക്കണേ അല്ലാഹ്, രോഗമാണ് ശിഫ തരണേ അല്ലാഹ്, എല്ലാ കാര്യങ്ങളും റബ്ബിനോട് പറയാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.